ടാലി ERP9 ഫുൾ കോഴ്സ് ഫോർ ബിഗിന്നേഴ്സ്. അതായത് മലയാളത്തിൽ നമ്മൾ ടാലിയെക്കുറിച്ചുള്ള ഒരു ഫുൾ കോഴ്സാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പാർട്ടായിട്ടാണ് ഈ വീഡിയോ വരിക. നമുക്ക് ഫസ്റ്റ് ടാലി ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ടാലി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് അതിൽ എങ്ങനെയാണ് ജേണൽ എൻട്രീസ്, ഫൈനലൈസേഷൻ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. നമ്മൾ ഫസ്റ്റ് ഗൂഗിളിൽ ടാലി സൊല്യൂഷൻസ് സെർച്ച് ചെയ്യുക ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് tallysolutions.com എന്നുള്ള ഒരു വെബ്സൈറ്റ് കാണാം. താഴോട്ട് പോയി കഴിഞ്ഞാൽ tallysolutions.com അതാണ് ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. അതിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്കതിൽ ടാലി പ്രൈം ഡൗൺലോഡ് ചെയ്യാം, ടാലി ഓൾഡ് വെർഷൻ ഡൗൺലോഡ് ചെയ്യാം. ഇപ്പം ഇറങ്ങിയ വെർഷനാണ് ടാലി പ്രൈം. നമുക്ക് ടാലി ERP9 ആണ് നമ്മളിവിടെ ഇന്ന് നോക്കുന്നത്. കാരണം അതാണ് കുറച്ചുകൂടി നമുക്ക് ഈസി ആയിട്ട് എല്ലാവർക്കും അക്കൗണ്ട്സ് ചെയ്യാനും എല്ലാത്തിനും. ടാലി പ്രൈം അപ്ഡേറ്റ് ആയി വരുന്നതേ ഉള്ളൂ ഓരോ വെർഷൻ. ഓക്കെ, നമുക്കിപ്പോൾ റൈറ്റ് സൈഡിൽ മുകളിൽ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ കാണാം കോർണറിൽ. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് സ്ക്രീനിൽ കാണാം നമുക്ക് ടാലി ERP9 അല്ല, ടാലി പ്രൈം പുതിയ വെർഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ടാലി ERP9 ആണ്, പഴയ വെർഷനാണ്. അതായത് ആദ്യം ടാലി ERP9ൻ്റെ ലേറ്റസ്റ്റ് വെർഷൻ. അപ്പോൾ നമ്മളിവിടെ ഡു യു വാണ്ട് ടു ഡൗൺലോഡ് പ്രീവിയസ് വെർഷൻ എന്നുള്ള ഏറ്റവും ഡൗണിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ സ്ക്രീനിൻ്റെ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജിലേക്ക് വരും. ഇവിടെയും നമുക്ക് ഓപ്ഷൻസ് കാണാം. ടാലി പ്രൈം 3 വെർഷൻ ഉണ്ട്, ടാലി ERP9ൻ്റെ പല വെർഷൻസ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ 6.63 ആണ് നമ്മുടെ 6.6.3 ആണ് ലേറ്റസ്റ്റ് വെർഷൻ. അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ട് ഇൻസ്റ്റാൾ കൊടുക്കുക. ഇൻസ്റ്റാൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഫയൽ ഡൗൺലോഡായിട്ട് വരും, സെറ്റപ്പ് ഫയൽ. ഓക്കെ, അത് കുറച്ച് ടൈം എടുക്കും. ചില ഫാസ്റ്റായ സിസ്റ്റം നെറ്റ്വർക്കാണ് പെട്ടെന്ന് വരും, ഇല്ലെങ്കിൽ കുറച്ച് ടൈം എടുത്തിട്ടാണ് നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിന്നിവിടെ ഉദ്ദേശിക്കുന്ന വീഡിയോ എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ടാലി അറിയാതെ ഒരാൾക്ക് പോലും ഈ വീഡിയോ കണ്ടിട്ട് നമുക്ക് ടാലി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ലാപ്ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്ത് എന്നിട്ട് നിങ്ങൾക്ക് അത് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുക എന്നും നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് ടാലി ഫുള്ളായിട്ട്, അതായത് ജേണൽ എൻട്രീസ് എൻട്രി ചെയ്ത് സ്റ്റോക്കിൻ്റെത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഇതിൽ സ്റ്റോക്ക് ആഡ് ചെയ്യാതെ നോർമൽ അക്കൗണ്ട്സ് ഉണ്ടല്ലോ, സ്റ്റോക്ക് ചെയ്യാതെ ചെയ്യുന്ന അക്കൗണ്ട്സിനെ കുറിച്ചിട്ടുള്ള ഒരു ഫസ്റ്റ് പാർട്ടാണ് ആദ്യം ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് സ്റ്റോക്ക് ആഡ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ ജേണൽ എൻട്രീസും സ്റ്റോക്കിൻ്റെ എൻട്രീസും ഒക്കെ പോസ്റ്റ് ചെയ്യണതെന്ന് എന്ന് നോക്കാം. സെറ്റപ്പ് ഫയൽ നമ്മൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ളൊരു സ്ക്രീനാണ് വരിക. ഇതിന് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ടാലി ഇൻസ്റ്റലേഷൻ ഫയൽ സേവ് ചെയ്യുന്ന ലൊക്കേഷൻ നിങ്ങൾക്ക് കാണാം. സി പ്രോഗ്രാംസ് അങ്ങനെയുള്ള പബ്ലിക് ഫയൽസിലേക്കാണ്, സിയിലേക്കാണ് ഓട്ടോമാറ്റിക് പോവുക. നമ്മൾ സിയിൽ ഫയൽ സേവ് ചെയ്യുന്നതിനേക്കാളും നല്ലത് നമുക്ക് ഡിയിൽ സേവ് ചെയ്യുന്നതാണ്. ഈ സിസ്റ്റംസ് ക്രാഷോ അങ്ങനെ എന്തെങ്കിലും ആവുകയാണെങ്കിൽ നമുക്ക് സിയിലെ ഫയലുകൾ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ നമുക്ക് ഡിയിൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ബാക്കപ്പ് എടുത്ത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ടാലിയുടെ ഫയൽ ഡിയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഡിയിൽ 2 ഫോൾഡർ ഉണ്ടാക്കാം. ടാലി ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോൾഡറും ടാലി ഡാറ്റ സെപ്പറേറ്റ് ആണ്, അത് വേറൊരു ഫോൾഡറിലാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് ടാലി ഇൻസ്റ്റലേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡറും ഉണ്ടാക്കണം. ഓക്കെ, അത് ഇതിന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഡാറ്റ നമ്മൾ ഇൻസ്റ്റലേഷനിലേക്ക് നമ്മൾ അവിടെ റൈറ്റിലെ 3 കുത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് മാറ്റി കൊടുക്കണം. മൈ കമ്പ്യൂട്ടറിൽ പോയിട്ട് നമ്മൾ ഡിയിൽ ഫയലിൽ പോവുക. ഓക്കെ, അപ്പോൾ ടാലി ഇൻസ്റ്റലേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ അതുപോലെ നമ്മൾ ടാലി ബാക്കപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡറും അവിടെ ഉണ്ടാക്കണം. ഓക്കെ, എന്നിട്ട് അഡ്വാൻസ്ഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ ലൊക്കേഷൻ കാണാം. അവിടെ നമ്മൾ ടാലി ബാക്കപ്പ് എന്നുള്ളൊരു പേരുണ്ടാക്കിയിട്ടുണ്ട്, അതാണ് ടാലി ബാക്കപ്പ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിലേക്ക് ടാലി ടാലി ബാക്കപ്പ് അല്ല, ടാലി ഡാറ്റ എന്നുള്ളൊരു ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഡി സെലക്ട് ചെയ്തിട്ട് അതിൽ ടാലി ഡാറ്റയിൽ പോയിട്ട് അതും സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത്, അതായത് ഡിയിൽ ടാലി ഇൻസ്റ്റാളേഷൻ ഫയലും ഉണ്ടാവും, അതുപോലെ നമ്മുടെ ഡാറ്റയും നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഡിയിൽ സേവ് ആവും. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ എന്തെങ്കിലും കമ്പ്യൂട്ടറിനെ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ എഡ്യൂക്കേഷൻ വെർഷനാകുമ്പോൾ കുഴപ്പമില്ല, പക്ഷെ നമ്മൾ പെയ്ഡ് ടാലി വാങ്ങിച്ച് ഇൻസ്റ്റാളൊക്കെ ചെയ്ത് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാണല്ലോ. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിത് ഡൗൺലോഡായി അടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പണായി വരും. ഓപ്പണായി വരുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ഈ ഫസ്റ്റ് പേജിൽ കാണാം. അതായത് ഞാൻ ആദ്യം താഴത്ത് പറയാം. താഴത്ത് ടാലി പവർ ഓഫ് സിംപ്ലിസിറ്റി അവരുടെ പേര് കാണാം, പിന്നെ ഇതിൻ്റെ വെർഷൻസ് കാണാം, ഏത് വെർഷനാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്, പിന്നെ ലൈസൻസ്, നമ്മൾ ലൈസൻസ് ഇല്ലാത്ത വെർഷനാണ്, എഡ്യൂക്കേഷൻ മോഡാണ് വാങ്ങിച്ചിരിക്കുന്നത്, അതായത് ലൈസൻസ് ഒന്നും നമ്മൾ വാങ്ങിച്ചിട്ടില്ല, അപ്പോൾ അവിടെ എഡ്യൂക്കേഷൻ മോഡെന്ന് കാണാം. പിന്നെ ടാലിയുടെ കോൺഫിഗറേഷനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ട്, പിന്നെ കാൽക്കുലേറ്റർ ഉണ്ട്.
ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഈ ഫസ്റ്റ് പേജിൽ കാണാം. പിന്നെ മുകളിൽ നമുക്കിവിടെ കാണാം ലൈസൻസിങ് ഓപ്പറേഷൻസ്, അതായത് ആക്റ്റീവ് യുവർ ലൈസൻസ്. നമ്മളിപ്പോൾ ക്യാഷ് കൊടുത്തിട്ട് ടാലി വാങ്ങിക്കുകയാണ്, നമുക്കിപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് ക്യാഷ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എഡ്യൂക്കേഷണൽ മോഡ് എന്നുള്ള വർക്ക് ഇൻ എഡ്യൂക്കേഷണൽ മോഡ് എന്നുള്ള ഓപ്ഷൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാം ടാലി എഡ്യൂക്കേഷണൽ മോഡിൽ അവിടെ എഴുതിയിട്ട് കാണാം. എഡ്യൂക്കേഷണൽ മോഡിൽ നമ്മൾക്ക് ഡേറ്റ് ബ്ലോക്കാണ്. എല്ലാ ഡേറ്റിലും 3 ഡേറ്റിൽ മാത്രമേ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുള്ളൂ, ഫസ്റ്റും സെക്കൻഡും. പിന്നെ വേറൊരു ഡേറ്റിൽ മാത്രമേ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ ഡേറ്റിനും ഡെയിലി ട്രാൻസാക്ഷൻസ് നമ്മൾ എഡ്യൂക്കേഷണൽ മോഡിൽ എൻട്രി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വർക്ക് ഇൻ എഡ്യൂക്കേഷൻ മോഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ടാലി ഇതുപോലത്തെ ഒരു സ്ക്രീനാണ് വരിക. ഈ സ്ക്രീനിൽ നമ്മൾ നേരത്തെ കണ്ട അതേ സ്ക്രീൻ തന്നെയാണ് താഴെ ഉള്ളത്, സെയിം ആണ്. മുകളിൽ കുറച്ച് ഓപ്ഷൻസ് എക്സ്ട്രാ വന്നിട്ടുണ്ടാകും. എക്സ്പോർട്ട്, ടാലി എക്സ്പോർട്ട്, മറ്റേ അപ്ലോഡ്, ടാലി സെറ്റപ്പ്, ടാലി ഷോപ്പ്, ലാംഗ്വേജ് ഒക്കെ ചേഞ്ച് ചെയ്യാനും കീബോർഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുകളിൽ കാണാം. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് ലോഗിൻ ടാലി നെറ്റ്, ഇവിടെ സെലക്ട് കമ്പനി, ലോഗിൻ ടാലി ഫ്രം യൂസർ, ക്രിയേറ്റ് കമ്പനി, ബാക്കപ്പ് റിസ്റ്റോർ അങ്ങനെയുള്ളൊരു ഫസ്റ്റ് പേജ് കാണാം. ഓക്കെ, നമുക്കപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമുക്കൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യണം. സെലക്ട് കമ്പനി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത കമ്പനി ഉണ്ടെങ്കിൽ സെലക്ട് ചെയ്യാനാണ്. നമ്മൾ ഇതിൽ കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതുപോലെ ലോഗിൻ ആസ് എ റിമോട്ട് യൂസർ, നമ്മൾ വേറൊരു സ്ഥലത്തുള്ള ഡാറ്റ ആക്സസ് ചെയ്യാൻ വേണ്ടി റിമോട്ട് വഴി, അത് നമ്മൾ പെയ്ഡ് ടാലിന് മാത്രമേ ഉള്ളൂ, ഇതിൽ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ഓപ്ഷൻ ക്രിയേറ്റ് കമ്പനി. അപ്പോൾ ഇത്രയാണ് ഈ പേജിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ക്രിയേറ്റ് കമ്പനിയിൽ പിന്നെ ബാക്കപ്പ് ഉണ്ട്, റീസ്റ്റോർ ഉണ്ട്. അത് ഇതിൻ്റെ ടാലി ബാക്കപ്പ് ചെയ്യാനും പിന്നെ അത് റീസ്റ്റോറും ചെയ്യാനും. അപ്പോൾ നമ്മൾ കമ്പനിയിൽ ക്രിയേറ്റ് കമ്പനിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും. അപ്പോൾ നമുക്ക് പുതിയ കമ്പനി ക്രിയേറ്റ് ചെയ്യാം. നെയിം ഞാൻ കൊടുക്കുന്നത് എൻ്റെ ചാനലിൻ്റെ പേരാണ് STP അക്കൗണ്ടിങ്. അത് നിങ്ങൾ പഠിക്കുവാനാണെങ്കിൽ ലേൺ ടാലിന്ന് എന്ത് വേണം കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു കമ്പനിയുടെ പേര് കൊടുക്കാം. അതുപോലെ മെയിലിംഗ് അഡ്രസ്സും നമുക്ക് മിക്ക കമ്പനിയുടെയും സെയിം മെയിൽ അഡ്രസ്സ് ആവും. അതായത് നമുക്ക് പോസ്റ്റൽ കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ള അഡ്രസ്സ്. അപ്പോൾ അത് മാറ്റം ഉണ്ടെങ്കിൽ മാറ്റം കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് സ്പേസ് വന്ന് വേറെയും കാര്യങ്ങളോട് ഒരു ഡോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു സ്പേസ് വെച്ചിട്ട് അടിയിൽ വേണമെങ്കിൽ ഡീറ്റെയിൽ അഡ്രസ്സ് കൊടുക്കാനോ അങ്ങനെയും കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് കൺട്രി ഇന്ത്യ സെലക്ട് ചെയ്ത് കൊടുക്കാം. സ്റ്റേറ്റ് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ സ്റ്റേറ്റുകളും വരും. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിൻകോഡ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. പിന്നെ ഫോൺ നമ്പർ, മൊബൈൽ നമ്പർ, അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കോൺടാക്ട് ഡീറ്റെയിൽസിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ വരുന്നത് നമ്മുടെ ബുക്സ് ഫൈനാൻഷ്യൽ ബിഗിനിങ് ആണ്. അപ്പോൾ നമ്മൾ ഏത് വർഷമാണോ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ വർഷം നമ്മൾ ഏപ്രിൽ 1 മുതലാണ് നമ്മുടെ ഫൈനാൻഷ്യൽ ഇയർ, ഇന്ത്യയിലെ ഫൈനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുക. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. അത് ഗൾഫ് കൺട്രീസോ അല്ലെ മറ്റ് കൺട്രീസ് ആണെങ്കിൽ ചിലപ്പോൾ ജനുവരി 1 സ്റ്റാർട്ട് ചെയ്യുക. നമ്മളിപ്പോൾ ഇന്ത്യയിൽ ഇതാണ് ചെയ്യുന്നത്. അതുപോലെ അതിൻ്റെ താഴത്ത് ബുക്സ് ബിഗിനിങ് അത് നമ്മൾ കാണാം 1-4. അത് നമ്മൾ നമ്മുടെ ഫൈനാൻഷ്യൽ ഇയർ 1-4 ചിലപ്പോൾ നമ്മൾ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് ഓഗസ്റ്റിലാണെങ്കിൽ അവിടെ നമുക്ക് 1-8 കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ രണ്ടും സെയിം ഡേറ്റ് ആണ് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് കറൻസി സിമ്പിൾ കാണാം. പിന്നെ ഫോർമൽ നെയിം കാണാം, കറൻസിയുടെ INR. പിന്നെ ഇവിടെ കറൻസിയുടെ ആ ഒരു ഇത് മറ്റേ സിമ്പിൾ വരണോ, എമൗണ്ടിന് മുന്നേ വരണമെന്ന് ചോദിക്കുന്നത്, അത് ഞാൻ നോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെയുള്ള ഷോ എമൗണ്ട് ഇൻ മില്യൺസ്, അത് വലിയ എമൗണ്ടുകളൊക്കെ വരുമ്പോൾ നമുക്ക് 0 ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ മില്യൺസിൻ്റെ S കൊടുത്തു കഴിഞ്ഞാൽ 5 മില്യൺ എന്ന് നമ്മുടെ ടാലിയിൽ എൻ്റർ ചെയ്യുമ്പോൾ കാണിക്കും. പിന്നെ ഇവിടെ ഡെസിമൽസ് 2 ഡെസിമൽ, അതായത് എമൗണ്ട് കഴിഞ്ഞിട്ടുള്ള ഡെസിമൽസ് 2, അത്രേ ഉള്ളൂ. അത് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ സേവ് ആവും. ഇവിടെ നമുക്ക് കമ്പനി സേവ് ആയിട്ടുണ്ട്. ഇപ്പോൾ STP അക്കൗണ്ടിങ് എന്നുള്ള നമുക്കിപ്പോൾ ഫസ്റ്റ് കറണ്ട് പീരീഡ് കാണാം. പിന്നെ നമുക്ക് കറണ്ട് ഡേറ്റ് ചേഞ്ച് ചെയ്യാൻ F2 അടിച്ച് ഡേറ്റ് ചേഞ്ച് ചെയ്യാം. കറണ്ട് ഡേറ്റ് കാണാം മുകളിൽ. ഓക്കെ, പിന്നെ കറണ്ട് പീരീഡ്, നെയിം ഓഫ് കമ്പനി, പിന്നെ ഡേറ്റ് ഓഫ് ലാസ്റ്റ് എൻട്രി കാണാം. ഇപ്പം നമ്മളൊരു വൗച്ചർ എൻ്റർ ചെയ്യാതുകൊണ്ടാണ് അവിടെ നോ വൗച്ചേഴ്സ് എൻ്റർ ചെയ്ത്. പിന്നെ നമുക്ക് വരുന്ന സ്ക്രീനാണ് ഗേറ്റ് വേ ഓഫ് ടാലി. ഗേറ്റ് വേ ഓഫ് ടാലിയിലാണ് നമ്മൾ എല്ലാ വർക്കും ചെയ്യുന്നത്, നമ്മൾ എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നതും ഒക്കെ ഗേറ്റ് വേ ഓഫ് ടാലിയിലാണ്. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്തല്ലോ, നമുക്ക് ഈ കമ്പനി ഇനി എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനോ ക്ലോസ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. അതിന് നമുക്ക് F3 കമ്പനി സെലക്ഷനിലെ ഓപ്ഷൻ റൈറ്റ് സൈഡിൽ കാണാം. F3 ഓൾട്ട് F3. നമ്മൾ ഏതെങ്കിലും ഒരു ഈ F1 അതുപോലത്തുള്ള ഫങ്ഷൻസ് കീയുടെ അടിയിൽ ലൈന് കാണുകയാണെങ്കിൽ ഓൾട്ട് പ്രസ് ചെയ്തിട്ട് ആ കീ പ്രസ് ചെയ്യണം. അല്ലെങ്കിൽ ഡബിൾ ലൈന് കാണുകയാണെങ്കിൽ കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ആ കീ പ്രസ് ചെയ്യണം. അതായത് ഇപ്പം നമുക്കവിടെ കാണാം F3യുടെ അടിയിൽ 1 ലൈൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഓൾട്ട് F3 പ്രസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്യാം. നമ്മൾ കൂടുതലും കീബോർഡാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ F3 കമ്പനി ഇൻഫർമേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കാണാം സെലക്ട് കമ്പനി, അങ്ങനെ കണക്ട് കമ്പനി, ഷട്ട് കമ്പനി, ക്രിയേറ്റ് കമ്പനി. ഇതിലാണ് നമ്മൾ സെലക്ട് കമ്പനി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലിസ്റ്റ് കാണാം. അതിൽ നമ്മൾ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. കണക്ട് കമ്പനി നമുക്ക് മറ്റേ നെറ്റ് വഴി ത്രൂ കണക്ട് ചെയ്യണം, അതിപ്പോൾ ആവശ്യമില്ല. ഷട്ട് കമ്പനി എന്ന് പറഞ്ഞാൽ നമ്മളത് സെലക്ട് ചെയ്ത് നമ്മുടെ കമ്പനി സെലക്ട് ചെയ്ത് തന്നെ ക്ലോസ് ആവും. ഇപ്പോൾ ഞാനത് ചെയ്തപ്പോൾ അത് പോയി. ഇനിയിപ്പോൾ നമുക്ക് വീണ്ടും സെലക്ട് കമ്പനി പോയി അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വരും.
ഓക്കെ, അതാണ് ഷട്ട് കമ്പനി ഉദ്ദേശിക്കുന്നത്. പിന്നെ ക്രിയേറ്റ് കമ്പനി, ഇതിൽ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി വീണ്ടും ഒരു കമ്പനി വേണം ചെയ്യാം. നെക്സ്റ്റ് അൾട്ടറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എന്തെങ്കിലും കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, നമ്മൾ വല്ലതും മറന്നു പോകുക അല്ലെങ്കിൽ പിന്നീട് ഡീറ്റെയിൽസ് കിട്ടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതും ആഡ് ചെയ്യുക. ഇതിൽ നമ്മളൊരു സെക്യൂരിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് കമ്പനി ക്രിയേറ്റ് ചെയ്യുമ്പോൾ. അത് നമുക്ക് ഡീറ്റെയിലായിട്ട് വീഡിയോ പിന്നീട് ചെയ്യുന്നതായിരിക്കും. അതിനെക്കുറിച്ചിട്ടുള്ള അത് ഒരുപാട് ഏരിയ ഉണ്ട് അതിൻ്റെ. അത് നമുക്കിപ്പോൾ അത്യാവശ്യമായിട്ട് ബേസിക്കായിട്ട് ബിഗിനേഴ്സിന് അതിൻ്റെ ആവശ്യമില്ല. അത് കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കുമ്പോൾ ആവശ്യമില്ല. ഇത്രയാണ് കമ്പനി എന്തെങ്കിലും ആൾട്ടർ ചെയ്യാനുള്ളത്. ഇനി നമുക്ക് വന്നിരിക്കുന്ന സ്ക്രീനിൽ കാണാം അക്കൗണ്ടിങ്, അതായത് ഗേറ്റ്വേ ഓഫ് ടാലിയിൽ ഫസ്റ്റ് മാസ്റ്ററിൽ കാണാം അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. ഫസ്റ്റ് നമുക്ക് അക്കൗണ്ടിങ് ഇൻഫർമേഷനിലുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പേ നമുക്ക് ഈ ഡാറ്റ നമ്മൾ ഡി ഡ്രൈവിൽ സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താണ് അവിടെ ഡാറ്റ, ഇത് ഇൻസ്റ്റലേഷൻ ഫയൽ കണ്ടു. നമ്മുടെ ടാലി ഡാറ്റ എന്താണ് കാണിക്കുന്നത് നോക്കാം. ഇതാ നമ്മൾ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്തു. ആ കമ്പനിയുടെ ഇവിടെ ഒരു നമ്പർ നിങ്ങൾക്ക് കാണാം, 1000 എന്ന് കാണാം. ആ ഒരു നമ്പർ നമ്മളെ ഡാറ്റ സേവ് ആയിട്ട് നമ്മുടെ ഡി ഡ്രൈവിൽ സേവ് ആയിട്ടുണ്ട്. അതാണ് ഈ നമ്പർ നമുക്കിവിടെ ഈ നമ്പർ കാണിക്കുന്നത്. സെയിം നമ്പറാണ് ഇതിലും കാണിക്കുക. ഇനി നമ്മൾ 2 കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 ഫോൾഡറായിട്ട് സേവ് ആവും. ഇത് നമ്മൾ കോപ്പി ചെയ്തിട്ട് വേറെ USB-ലൊക്കെ ആക്കിയിട്ട് വേറെ കമ്പ്യൂട്ടറിലും വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിനി അക്കൗണ്ടിങ് അതായത് ഗേറ്റ്വേ ഓഫ് ടാലിയിൽ മാസ്റ്റേഴ്സിൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഫസ്റ്റ് കാണുന്നത് നോക്കാം എന്താണെന്ന്. അക്കൗണ്ടിങ് ഇൻഫർമേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ന് നമ്മൾ റെഡിൽ കാണില്ല, പ്രസ് ചെയ്താണ് വരും. ഇപ്പോൾ ഗ്രൂപ്പ്സ്, ലെഡ്ജർ, വൗച്ചർ ടൈപ്സ്, ക്വിറ്റ്, ഇതാണ് ഇതിൽ കാണുന്നത്. ഇത് ഒന്ന് ക്വിറ്റ് ചെയ്യാൻ, ബാക്ക് അടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗ്രൂപ്പ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം സിംഗിൾ ഗ്രൂപ്പ്, മൾട്ടിപ്പിൾ ഗ്രൂപ്പ്, 2 ഗ്രൂപ്പായിട്ട് കാണാം. എന്താണ് ഈ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഒരു കമ്പനിയിൽ ഒരുപാട് എക്സ്പെൻസസ് ഒക്കെ ഉണ്ടാവും. ഇത് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് കാണാം ഇതിൽ ഓൾമോസ്റ്റ് ടാലിയിൽ തന്നെ ഗ്രൂപ്പുകളുണ്ട്. നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാം. ഇതിലിപ്പോൾ നമുക്ക് ഉദാഹരണത്തിനൊരു മറ്റേ സെയിൽസ് അക്കൗണ്ട് എടുക്കാം. സെയിൽസ് അക്കൗണ്ട് തന്നെ നമ്മളിപ്പം സെയിൽസ് ഇന്ത്യ, സെയിൽസ് കേരള, അങ്ങനെ സെപ്പറേറ്റ് സെയിൽ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം, അതായത് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ അണ്ടറിലാണ് നമ്മുടെ സെയിൽസ് വരും. അതുപോലെ സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പാണ്. അതിൻ്റെ അകത്താണ് ഇത്രയും കുറേ കസ്റ്റമർ ഉണ്ടാവും നമുക്ക്. അവരൊക്കെ വരുന്നത് ഈ സൺട്രി ഡെപ്റ്റേഴ്സിൻ്റെ അകത്താണ്. അതാണ് ഈ ഗ്രൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കൂട്ടം ത്തെയാണ് അത് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അണ്ടറിലാണ് നമ്മൾ ലെഡ്ജർ ഫിക്സഡ് അസറ്റ് നോക്കാം. ഫിക്സഡ് അസറ്റിൽ എന്തൊക്കെ വരും? ഒരുപാട് വരും. അതായത് ഫർണിച്ചർ, കമ്പ്യൂട്ടർ, അങ്ങനെ എല്ലാം, കാറ്, വണ്ടി. ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു കാറിന്ന് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫിക്സഡ് അസറ്റ് ഉണ്ടെങ്കിൽ തന്നെ വേറൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. കാറ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓരോ നിസാൻ, ഒരു വണ്ടി, അങ്ങനെ ടൊയോട്ട, അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഗ്രൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മൾട്ടിപ്പിൾ ഗ്രൂപ്പ് എന്താണെന്ന് നോക്കാം. ഇതിപ്പോൾ ഒരു ഗ്രൂപ്പിൻ്റെ ലിസ്റ്റാണ്. മൾട്ടിപ്പിൾ ഗ്രൂപ്പിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഫിക്സഡ് അസറ്റിൻ്റെ അണ്ടറിൽ എന്തൊക്കെ വരും, അതൊക്കെ നമുക്ക് ഒറ്റ പ്രാവശ്യം തന്നെ ക്രിയേറ്റ് ചെയ്യാം. ഓരോന്നോരോന്നായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട. ഇവിടെ തന്നെ വെഹിക്കിള്, ഫർണിച്ചർ, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഒരു ലിസ്റ്റിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് മൾട്ടിപ്പിൾ ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രൂപ്പ് എന്താണെന്ന് പഠിച്ചു. ഇനി നമുക്ക് ഇവിടെ ഗ്രൂപ്പ് ഇത് സേവ് ചെയ്യാം, അല്ലെങ്കിൽ എസ്കേപ്പ് അടിച്ച് ഇതാക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ വരുന്നതാണ് ലെഡ്ജർ. ഓക്കെ, നമ്മൾ ലെഡ്ജറിലേക്ക് പോവാം. ഇത് ക്വിറ്റ് അടിച്ച് കഴിഞ്ഞാൽ എസ്കേപ്പ് ബട്ടൺ പ്രസ് ചെയ്താലും മതി, നമുക്ക് ബാക്ക് പോവാം. ഇപ്പോൾ ലെഡ്ജറിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ലെഡ്ജറിൽ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ലെഡ്ജർ വരും. ഇപ്പോൾ നമുക്ക് ലെഡ്ജറിൽ ഡിസ്പ്ലേ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 ലെഡ്ജർ ഇത് ഓട്ടോമാറ്റിക്കായി ഡിഫോൾട്ടായിട്ട് കാണുന്നതാണ് ക്യാഷ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, അതുപോലെ നമുക്ക് മൾട്ടിപ്പിൾ ലെഡ്ജറും ക്രിയേറ്റ് ചെയ്യാം, ഒരുമിച്ച് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സിംഗിൾ ലെഡ്ജർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും ഡിസ്പ്ലേ ചെയ്യാനും ആൾട്ടർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനിൽ നമുക്ക് ക്രിയേറ്റ് എന്നുള്ള ബട്ടൺ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഒരു പേജ് വരും. ഇതിൽ നമുക്കൊരു സിംഗിൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. അതായത് നമുക്കിപ്പോൾ ഒരുപാട് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു കമ്പനി ആകുമ്പോൾ അത് നമുക്ക് ജേണൽ എൻട്രി ചെയ്യണ സമയത്തും ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ അടുത്ത് മെയിനായിട്ട് വരുന്ന എല്ലാ എക്സ്പെൻസസുകളും നമുക്ക് ഫസ്റ്റിൽ ക്രിയേറ്റ് ചെയ്ത് വെക്കുകയും ചെയ്യാം. ഓക്കെ, നമ്മുടെ അതുപോലെ മൾട്ടിപ്പിൾ ലെഡ്ജറിൽ നമുക്കിപ്പോൾ ചെയ്യുകയാണെങ്കിൽ ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് നമുക്ക് ഒരുപാട് ലെഡ്ജർ വരും. അതിൽ റെൻറ്റ്, പിന്നെ നമുക്ക് വരുന്നത് പ്രിൻറ്റിങ് വരും, പിന്നെ അതുപോലെ എന്തൊക്കെയാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസിൽ വരുന്നത് അത് ഇവിടെ തന്നെ 1 by 1 ആയിട്ട് നമുക്ക് ടൈപ്പ് ചെയ്ത് സേവ് ചെയ്യാൻ പറ്റും. നമ്മൾ സിംഗിൾ ലെഡ്ജറായിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓരോന്നായിട്ട് പോയിട്ട് ക്രിയേറ്റ് ചെയ്യണം. ഇതിപ്പോൾ നമുക്ക് ഒറ്റ ഗ്രൂപ്പായിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് മൾട്ടിപ്പിൾ ലെഡ്ജറായിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്
എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് അതാണ് മൾട്ടിപ്പിൾ ലെഡ്ജർ. നമുക്ക് സിംഗിൾ ലെഡ്ജറിലും ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ സിംഗിൾ ലെഡ്ജർ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ സെയിൽസ് ഇന്ത്യ അല്ലെങ്കിൽ സെയിൽസ് കേരള സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഇപ്പം ക്യാഷ് സെയിൽസ് ഉണ്ടാകും, അതുപോലെ ക്രെഡിറ്റ് സെയിൽസ് ഉണ്ടാകും, അതും ചെയ്യാം. അങ്ങനെ എന്താണോ ക്യാഷ് സെയിൽസ് നമ്മളിപ്പോൾ ഇവിടെ ഒന്ന് ക്രിയേറ്റ് ചെയ്യണം. അണ്ടർ സെയിൽസ് അക്കൗണ്ടാണ് കൊടുക്കേണ്ടത്. പിന്നെ ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ ഒരു കമ്പനി പകുതിക്ക് വെച്ചിട്ടാണ് ടാലി സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ആ സമയത്തുള്ള ബാലൻസ് വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം. അങ്ങനെ അതും കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതാണ് ലെഡ്ജർ. ലെഡ്ജർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കമ്പനിയുടെ മെയിൻ ഇതിപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഇവിടെ കാണാം, പ്രിൻറ്റിങ്, സ്റ്റേഷനറി എല്ലാം കാണാം. അതിനെ അൾട്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അൾട്ടറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് അതിൽ വരുത്തണമെന്നുണ്ടെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് ഇപ്പോൾ നമ്മൾ എൻ്റർ ചെയ്യാൻ വിട്ടുപോയി എന്ന് വെച്ചാൽ അത് എൻ്റർ ചെയ്യാം. അതുപോലെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അണ്ടർ മാറിപ്പോയി അതും ചെയ്യാം. ഓക്കെ, അതാണ് അൾട്ടർ. പിന്നെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ അത് കാണാൻ വേണ്ടിയിട്ടും സെയിം തന്നെയാണ്. മൾട്ടിപ്പിളിലും അൾട്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ചെയ്തപ്പോൾ അത് അൾട്ടർ ചെയ്യാനുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ബാലൻസ് കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കാം. ഇത്രയാണ് ഇതിൽ നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൗച്ചർ ടൈപ്പ്. വൗച്ചർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ അതിലും കുറച്ച് ഡിഫോൾട്ടായിട്ട് കുറേ വൗച്ചർ ടൈപ്സ് അതിലുണ്ടാവും. നമുക്കത് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അതിൻ്റെ അകത്ത് നമുക്ക് ക്രിയേറ്റ് ഡിസ്പ്ലേയിൽ പോയി കഴിഞ്ഞാൽ ഇത്രയും വൗച്ചേഴ്സ് ഓൾറെഡി നമുക്കിതിൽ അലൗഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഒരു വൗച്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യാണ്. പർച്ചേസ് ഔട്ട്സൈഡ് നമ്മളൊരു ക്രിയേറ്റിൽ പോയിട്ട് കേരള. അപ്പോൾ നമ്മളത് അതിൻ്റെ സെലക്ട് ടൈപ്പ് ഓഫ് വൗച്ചറും പർച്ചേസ് കൊടുക്കണം. അബ്രിവേഷൻ അവിടെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് എങ്ങനെയാണ് വൗച്ചേഴ്സ്, നമ്മളെപ്പോഴും പർച്ചേസ് വൗച്ചേഴ്സിൻ്റെ മാനുവലായിട്ടാണ് കൂടുതലും, അതായത് പർച്ചേസ് വൗച്ചറിൽ നോക്കിയിട്ട് ആ നമ്പറാണ് എൻ്റർ ചെയ്യുക. അപ്പോൾ മാനുവൽ നമ്പർ ക്ലിക്ക് ചെയ്യുക. പിന്നെ അടുത്ത ഡ്യൂപ്ലിക്കേറ്റ്, പ്രിവെൻറ്റ് ഡ്യൂപ്ലിക്കേറ്റ്സ്, അവിടെ എസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെയിം നമ്പർ തന്നെ വീണ്ടും ഇൻവോയ്സ് വരുമ്പോൾ വരില്ല. പക്ഷേ അത് പർച്ചേസ് ഇൻവോയ്സിൽ പല കമ്പനികളുടെ പർച്ചേസ് വരുമ്പോൾ ചിലപ്പോൾ സെയിം നമ്പർ വരാം. അപ്പോൾ അത് നമുക്ക് നോ കൊടുത്താൽ മതി. പിന്നെ ഒന്നുമില്ല, എൻ്റർ അടിച്ച് സേവ് ചെയ്യും. വൗച്ചർ ടൈപ്സ് ഇത് ഇത്രയേ ഉള്ളൂ. ക്രിയേറ്റ് ആൾട്ടർ ഇത് നമുക്ക് ജസ്റ്റ് പിന്നീടാണ് അതിന് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് പാർട്ടിലേക്ക് പോകാം. അതായത് നമ്മൾ അക്കൗണ്ടിങ് ഇൻഫർമേഷനാണ് ഫസ്റ്റ്. ഇതിന് ഇൻവെൻട്രി ഇൻഫർമേഷനിൽ നമ്മളിപ്പോൾ ചെയ്ത ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ പോലെ തന്നെ സ്റ്റോക്കിൻ്റെ ഗ്രൂപ്പ്, സ്റ്റോക്കിൻ്റെ ഐറ്റം ക്രിയേറ്റ് ചെയ്യാൻ, അങ്ങനെ അതിൻ്റെ യൂണിറ്റ് ഓഫ് മെഷർ, വൗച്ചർ ടൈപ്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ വരുന്നത്. സ്റ്റോക്കിനെ കുറിച്ചിട്ടുള്ളത് നമ്മൾ പിന്നീട് ചെയ്യുന്നതാണ്. ഓക്കെ, പിന്നീടുള്ള വീഡിയോയിൽ പറയുന്നതാണ്. ഇതിപ്പോൾ സ്റ്റോക്ക് ഇല്ലാതെ എങ്ങനെയാണ് അക്കൗണ്ട്സ് ചെയ്യുക, സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്യാതെയാണ് നമ്മൾ നോക്കുന്നത്. നെക്സ്റ്റ് ട്രാൻസാക്ഷൻസ് ആണ്. അക്കൗണ്ടിങ് വൗച്ചർ, ഇൻവെൻട്രി വൗച്ചേഴ്സ് ഒക്കെ അത് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.